കടലരേനെ കണ്ടിന് അരങ്കവും ഇതാണ് കടലര. നമ്മൾ സാധാരണ നാട്ടിലെ മണ്ണിര പോലെ തന്നെ കടലിൻ്റെ സൈഡിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഏരിയയാണ് കടലര. നമ്മളെ മീൻപിടുത്തക്കാർ അധികം ആൾക്കാർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു സാധനമാണ്. ഇതിനെ പിടിക്കാൻ കുറച്ചൊരു റിസ്ക് ഉണ്ട്. അത് രാവിലെ തന്നെ പോയി ഫുൾ ഇറക്കമുള്ള സമയത്ത് പോകണം ഇതിനെ പിടിക്കാൻ. ഏട്ടത്തിൻ്റെ സമയത്ത് കിട്ടൂല. ഇതിനെല്ലാം കളച്ചിട്ടുള്ള മീൻപിടുത്തം ഇന്ന് കളത്താൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കി കളയാം. നല്ല അതിമനോഹരമായൊരു സ്പോട്ടിലാണ്, അന്നേരം ഹാർബറിലാണുള്ള. നമ്മൾ രാവിലെ നേരം പുലർന്ന് വരുന്നേ ഉള്ളൂ, അധികം സമയമൊന്നുമായിട്ടില്ല. ഇപ്പോൾ തന്നെ മീൻപിടുത്തക്കാരെല്ലാവരും ഹാജരായിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണി 6:45 7 മണി ആയിട്ടുള്ള സമയം. നല്ല സമയമാണ്, ഇപ്പോൾ ഇറക്കം പോയ സമയമാണ്. അതുകൊണ്ട് അധികം തിരയും വെള്ളം കയറ്റവും ഒന്നുമില്ല. ഇപ്പോൾ കടലര കോക്കുന്നു. ടീ നോട്ട് ഉപയോഗിച്ചിട്ടുള്ള 2 ഹൂക്കാട്ടോ ഉപയോഗിക്കുന്ന. ടീ നോട്ടിൽ 2 ഹൂക്കും ഒരു വെയിറ്റും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മീൻ പിടിക്കേണ്ട പരിപാടിയാണ്. നമ്മുടെ സുഹൃത്തുക്കളാണ് മീൻപിടുത്തക്കാർ. അപ്പോൾ നമ്മളെ മീൻപിടുത്തത്തിന് കാവൽക്കാറിലുണ്ട്. തലയിലും പുറത്തേക്ക് ഇട്ടിട്ട് നോക്കുന്നുണ്ട. ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. നോക്കാം എന്നാ മീനെ കിട്ടിയ. ആയിവാ 2 മുള്ളനാ വന്നിന്. കണ്ടില്ലേ, നല്ല മനോഹരമായ സ്റ്റൈല്. നമ്മൾ സാധാരണ മുള്ളൻ ഒച്ചയാക്കുന്ന ഇതുവരെ ആരെങ്കിലും കേട്ടിനാ? ശ്രദ്ധിച്ചു നോക്കോ, നിലത്ത് വെച്ചോടെ അത് സൗണ്ടാക്കുന്നത് കേട്ടാ. ക്രക്കർ എന്നുള്ളൊരു ഒച്ച, അത് അതിൻ്റെ വായിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സൗണ്ടാട്ടാ. സാധാരണ രീതിയിൽ മുള്ളൻ, വറ്റ, പിന്നെ കച്ചായി, ഒരു വിധപ്പെട്ട മീനെല്ലാം കടലിലുള്ള ചെറിയ ചെറിയ മീനെല്ലാം ഈ കടലരക്ക് ഇരയെടുക്കും. ഏത് സമയത്തും ഇരയെടുക്കും. കടലര അത്രക്കും പ്രിയപ്പെട്ടതാണ് മീനിന്. അപ്പോൾ നല്ല ബോട്ടിൽ ഇങ്ങനെ പോകുന്നതാണെന്നില്ലേ നിങ്ങൾ? കാത്തിരിപ്പുണ്ട്, സമയം എടുക്കുന്നുണ്ട് കേട്ടോ. മീൻപിടുത്തന്നെ ഇട്ടപ്പാടൊന്നും കിട്ടുന്നില്ല. ഈ സമയത്ത് വളരെ സീസൺ ഔട്ടാണ്. ചൂണ്ടക്കാർക്കെല്ലാം മീൻ കുറഞ്ഞ സമയമാണ്. ഈ സമയത്ത് മത്തി, പിന്നെ അതിലെ കഷ്ണോ, കോഴിക്കോടൽ ഒന്നും ഇട്ടിട്ടൊന്നും ആർക്കും മീൻ കിട്ടുന്നില്ല. ചെമ്മീൻ വരെ ഇട്ടിട്ട് ആർക്കും മീൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ കടലര. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, എന്നാൽ നോക്കാലോ. കണ്ടിട്ടില്ലേ, നമ്മൾ പാച്ചി എന്നെല്ലാം പറയുന്ന ഒരു മീനുണ്ടല്ലോ, അതാ വന്ന്. ഈ സഞ്ചി നിറച്ചിട്ടേ ഇവർ പോകും കേട്ടോ. ഇവരിതിവിടെ സെയിലാക്കിയിട്ടാണ് പോകാറ്. ബോട്ടുകാരെല്ലാം ചെറിയ ചെറിയ തോണിക്കാരെല്ലാം മടങ്ങി വരാൻ തുടങ്ങി. ഫൈബർ വന്നിട്ടില്ല. ചെറിയ ചെറിയ തോണിക്കാരെല്ലാം മടങ്ങി വരാൻ തുടങ്ങി. അവരെല്ലാം വല ഇങ്ങനെ വളച്ചിട്ട്, ഇന്ന് കൂന്തലുണ്ട്, നല്ലോണം കൂന്തലെടുത്തിട്ടുണ്ട് ഈ തീരപ്രദേശങ്ങളിൽ. അപ്പോൾ ഈ ഹാർബറിൻ്റെ ഉള്ളിൽ കൂടി വല വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും കൂടിയാണ് മീൻ പിടിക്കുന്നത്. പുറത്തും അകത്തും എല്ലാം ആയിട്ട് വല വളച്ചിട്ട് കൂന്തൽ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ബോട്ടുകാരും തോണിക്കാരെല്ലാം ഈ ഒരു പരിസരത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഈ വല വളക്കൽ കൊണ്ട് ഇന്ന് മീൻപിടുത്തക്കാർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടൽ കുറയും. കാരണം വല ഇങ്ങനെ വന്നു കൊടുക്കും, മീനുകൾ ഹാർബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി കളയും. പേടിച്ചിട്ട് എന്തായാലും അവരെ വലേൻ്റെ ഉള്ളിലായി പോകുമല്ലോ. അടുത്തേനെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം സൈസില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിന്നുമ്പോൾ അങ്ങ് ബിതുങ്ങിക്കളയും. ചെറിയ ഹൂക്കായതുകൊണ്ട് അങ്ങ് അണ്ണാക്കിൽ വരെ എത്തിപ്പോവും ഹൂക്ക്. അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വിഷമമുള്ളൂ. പിന്നെ മാത്രമല്ല അതിൻ്റെ മുതുകത്ത് അത്യാവശ്യം കുത്താൻ പറ്റിയ മുള്ളുണ്ട്. നല്ല ശക്തി തന്നെ പിടിച്ചിട്ടില്ലേ നമ്മളെ കൈക്ക് മുള്ള് കയറിയിട്ട് പണിയായി പോകും. നല്ല കടച്ചലായിരിക്കും. നമ്മളെ കച്ചായി കുത്തിയതിൻ്റെ ഏകദേശം അത്ര ഇല്ലെങ്കിലും, കച്ചായിൻ്റെ അത്ര എന്തായാലും കിട്ടൂല, അത്ര പോലും ഇല്ലെങ്കിലും അടുത്തെത്തും. അല്ല, അതിൻ്റെ വായിൽ കയറലിട്ടിട്ടുള്ള പോണാണ്. ചെളുകേൻ്റെ ഉള്ളോട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. വെയിലിങ്ങനെ പൊന്തി വരുന്നുണ്ട്. മീൻ ഏകദേശം 10 സഞ്ചി മീനായിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ഏകദേശം ഉച്ചയാവും. നമ്മളിവിടുന്ന് ഒരു 11-12 മണിയാകുമ്പോൾ പോകുന്നു. പിന്നെ ഒരേ കാത്തിരിപ്പാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്തായാലും മീൻ കിട്ടുന്നില്ല കടലിൽ പോയിട്ട് എന്നുള്ള സമയത്ത് അങ്ങനെ നിങ്ങൾ ഇറക്കത്തിൻ്റെ സമയത്ത് പോവുക, കടലര പിടിക്കുക, ചെറിയ ചെറിയ പീസാക്കുക, ടീ നോട്ട് എടുക്കുക. ടീ നോട്ട് ഇട്ടിട്ട് 2 ഹൂക്ക് ഉപയോഗിച്ചിട്ട് മീനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കടലര കാണാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.